വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണനെ കുറിച്ച് ശാരദാമ്മയോട് ഏലിയാമ്മ സിസ്റ്റർ പറയുന്നത് കേട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ശാരദാമ്മ. രാജേശ്വരിയും ബാലചന്ദ്രനും കൂടി ഇടയ്ക്ക് വന്നുവെന്നും പക്ഷേ അസുഖവിവരമൊന്നും അറിയാനല്ല, വസ്തുവും പ്രമാണവും ഒക്കെ ഗോപാലകൃഷ്ണൻ്റെ പേരിലില്ലേ, അപ്പോൾ വസ്തു എന്തോ വിൽപ്പിക്കാനായിട്ട് ഒപ്പിടിപ്പിക്കാനാണ് വന്നത്. പക്ഷേ ഗോപാലകൃഷ്ണൻ ആട്ടി ഇറക്കി വിട്ടു. അന്നേരം പ്രാങ്കിയിട്ടാണ് രാജേശ്വരി പോയത്. നിങ്ങൾ ഇവിടെ കിടന്ന് തന്നെ ചാകുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് ധർമാശുപത്രി ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കിട്ടും. പക്ഷേ ഗോപാലകൃഷ്ണനുള്ള അസുഖത്തിൻ്റെ മരുന്നൊക്കെ പുറത്തു നിന്നാണ് കുറിക്കുന്നത്. അതിൽ കുറച്ച് കമ്മീഷൻ്റെ ഏർപ്പാടൊക്കെ ഉണ്ട്. പിന്നെ ഗോപാലകൃഷ്ണൻ ആരെയും അടുപ്പിക്കുന്നില്ല. ഒരു കോടീശ്വരനാണ് ഇതിനകത്ത് കിടക്കുന്നതെന്ന് ആരും പറയില്ല. കയ്യിൽ 5 പൈസയാണെങ്കിൽ ഇല്ല. ഇങ്ങനെ പോയാൽ രാജേശ്വരി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കിടന്നായിരിക്കും ഗോപാലകൃഷ്ണൻ്റെ അവസാനം എന്നൊക്കെ അങ്ങ് ഏലിയമ്മ പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് അങ്ങ് സങ്കടം വരികയാണ്. ശാരദാമ്മയ്ക്ക് സംസാരിക്കാനായിട്ട് വാക്കുകൾ പോലും കിട്ടുന്നില്ല. തുടർന്ന് ഏലിയമ്മ സിസ്റ്റർ അങ്ങ് അവരോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. ഇതേ സമയം സത്യഭാമയുടെ വീട്ടിൽ ശാലിനി കൊടുത്ത സാരിയും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുസ്മിത നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. ഇതുപോലുള്ള ഡ്രസ്സൊക്കെ വേണം, ഇതുപോലുള്ള ചടങ്ങിന് ഉടുക്കാനൊക്കെ എന്ന് പറഞ്ഞ് സാരിയുടെ പ്ലീറ്റൊക്കെ നേരെയാക്കി കൊടുക്കുകയാണ്. അന്നേരം എനിക്കുള്ളതിൽ ഏറ്റവും നല്ലത് തന്നെയാണ് ഞാൻ ഉടുത്തിരുന്നത്, നിനക്ക് എന്തിൻ്റെ കേടാന്നൊക്കെ സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ശാലിനി കൈവീശിയിട്ട് പറയുകയാണ്, ഒരൊറ്റ ഒരെണ്ണം അങ്ങോട്ട് തന്നാലുണ്ടല്ലോ, പിന്നെ നീ ഇത് തന്നെ പറയുന്നുണ്ടോ എന്നും പറഞ്ഞ് ശാലിനി ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് ഞാൻ സാരി മാറ്റിയില്ലേ, ഇനി നിനക്ക് എന്താ വേണ്ടത് എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം നീയല്ലേ പറഞ്ഞത് ആകാശം ഇടിഞ്ഞു വീണാലും നിന്റെ സാരി മാറ്റാൻ പോണില്ല, വേറെ ആരോ വന്ന് മാറ്റും, ഇപ്പോൾ സാരി മാറ്റിയത് നീയാണോ അതോ നിന്റെ പട്ടിയാണോ എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് പരിഹസിക്കുകയാണ്. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, സാരി മാറ്റിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, യഥാർത്ഥത്തിൽ ശരിക്കുള്ള അസ്ത്രം ഭാമാൻ്റിയുടെ ഫോണിൽ കിടപ്പുണ്ട്, ഞാൻ എല്ലാം ആൻറ്റിയോട് പറയും എന്നൊക്കെ ഇങ്ങനെ സുസ്മിത മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഭർത്താവിനെ ദൈവമായി കാണണം, താലി കെട്ടിയവൻ ദൈവമാണ് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒലക്കയുടെ മൂട് എന്നൊക്കെ അങ്ങ് സുസ്മിത മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് ഇനി അങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ശാലിനി വിളിക്കുകയാണ്. നേരവും സുസ്മിത എങ്ങ് ആലോചിച്ച് നിൽക്കുകയാണ്. അന്നേരം എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്, വന്നേ, ഉള്ള കുട്ടിയല്ലേ, അത്രയ്ക്ക് നിഷ്കളങ്കതയാണല്ലോ, കുപ്പിപ്പാല് തരാം എന്നൊക്കെ കളിയാക്കി ശാലിനി സുസ്മിതയെ വിളിക്കുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് പോകുമ്പോൾ സുസ്മിത താൻ ഉടുത്തുകൊണ്ട് വന്നിരുന്ന പഴയ സാരിയ ബെഡിൽ കിടപ്പുണ്ട്. എന്നിട്ട് അതെടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ദേഷ്യത്തോടെ കട്ടിലേക്ക് എറിയൊക്കെ ചെയ്യുകയാണ്. ഇതേസമയം സുസ്മിത വന്നില്ലല്ലോ, സുസ്മിതയെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് സത്യഭാമ സുസ്മിതയെ അന്വേഷിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഭാമ അന്വേഷിക്കുന്നുണ്ട്, സുസ്മിതയെ കണ്ടില്ലല്ലോ എന്ന്. അന്നേരം വന്നിട്ടുണ്ട് സത്യാമ്മയെന്നും പറഞ്ഞ് മുകളിലേക്ക് നോക്കി സുസ്മിതയെന്ന് വിളിക്കുകയാണ്. 1-2 വട്ടം വിളിക്കുമ്പോഴാണ് സുസ്മിത ആ കോണിപ്പടിയുടെ ലാൻഡിങ്ങിലേക്ക് വരുന്നത്. അന്നേരം സുസ്മിത മടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വാ സുസ്മിതയെന്ന് വിളിക്കുമ്പോൾ സുസ്മിത ഇറങ്ങി വരികയാണ്. തുടർന്ന് അടിമുടി സുസ്മിതയെ ഭാമ അങ്ങ് നോക്കുകയാണ്. അന്നേരം എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് സുസ്മിതയുടെ തോളിൽ തട്ടിയിട്ട് ശാലിനി അങ്ങ് പറയുകയാണ്. അപ്പോൾ സ്ക്രിപ്റ്റും നീ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എൽഇഡി എന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് സുസ്മിതയുടെ സാരിയൊക്കെ നോക്കിയിട്ട് അവിടെ വന്നിരിക്കുന്ന അതിഥികളിൽ ഒരാൾ പറയുന്നുണ്ട്, സുസ്മിതയുടെ സാരി കൊള്ളാമല്ലോ എന്ന്. അന്നേരം ഭാമ പറയുകയാണ്, ഇവൾക്ക് എന്താണൊരു കുറവ്, നല്ലൊരു കുടുംബത്തിലേക്കാണ് ഇവളെ കെട്ടിച്ചയച്ചിരിക്കുന്നത്, ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ ഇവളെൻ്റെ എല്ലാ പദ്ധതിയും ശാലിനി എല്ലാ പദ്ധതിയും പൊളിച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ സുസ്മിത ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് സുസ്മിത ഇങ്ങനെ നിരീക്ഷിച്ചിട്ട് സത്യഭാമ സുസ്മിത തലേ ദിവസം ഫോൺ വിളിച്ച കാര്യവും ഫോട്ടോ അയക്കാമെന്നൊക്കെ പറഞ്ഞതും ഭാമ തൻ്റെ ഫോണിൽ കണ്ടതുമൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷെ ആ ഫോട്ടോ എന്താണെന്ന് അപ്പോഴും കാണിക്കുന്നില്ല. തുടർന്ന് സത്യഭാമയോട് സുസ്മിത പറയുകയാണ്, ആൻറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇന്നലെ ഞാൻ അയച്ച ഫോട്ടോസൊക്കെ ആൻറ്റി കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭാമയുടെ മുഖം അങ്ങ് ചോക്കുകയാണ്. ഭാമ പറയുന്നുണ്ട്, നമുക്കതൊക്കെ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാമെന്ന്. അന്നേരം അത് പറ്റില്ല ആൻറ്റി, ഇത് എൻ്റെ ജീവിത പ്രശ്നമാണ്, ഇതിലൊരു തീരുമാനം ആൻറ്റി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഉണ്ടാക്കി തന്നാലേ പറ്റൂ എന്നും പറഞ്ഞ് കട്ടയ്ക്ക് സുസ്മിത നിൽക്കുകയാണ്. പക്ഷെ അന്നേരം അങ്ങ് ഉള്ളതുകൊണ്ട് ചിരിക്കുകയാണ് ശാലിനി. നീ യഥാർത്ഥ പണി എന്താണെന്ന് അറിയാൻ പോകുന്നേ ഉള്ളൂ എന്ന് ശാലിനി അങ്ങ് മനസ്സിൽ കരുതുകയാണ്. അന്നേരം ഇതൊന്നും മനസ്സിലാകാതെ എല്ലാവരെയും നോക്കിയിരിക്കുകയാണ് രാഘവൻ നായർ. അതേസമയം വിഷ്ണു മോളിൽ സ്റ്റെപ്പ് ഇറങ്ങി വരാനായിട്ട് ആ ലാൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്, ഈ സംസാരമൊക്കെ ശ്രദ്ധിച്ചിട്ട്. തുടർന്ന് ഭാമ ചോദിക്കുകയാണ്, ആ ഫോട്ടോയിൽ കണ്ടതെല്ലാം സത്യമാണല്ലോ എന്ന്. അന്നേരം അതേ ആൻറ്റി, എല്ലാം സത്യമാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ശാലിനി, ഈ ഫോട്ടോയൊക്കെ ഒട്ടിച്ച് ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എന്താ അതെന്ന്. അന്നേരം മോർഫിംഗ് എന്ന് ശാലിനി പറയുമ്പോൾ അപ്പോൾ അതൊന്നും അല്ലല്ലോ, എല്ലാം സത്യമല്ലേ എന്ന് ഭാമ വീണ്ടും സുസ്മിതയോട് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല ആൻറ്റി, എൻ്റെ ഫോണിൽ നിന്നല്ലേ അയച്ചത്,
വിളിച്ചത് അതെല്ലാം സത്യം തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ എങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ സുസ്മിതയ്ക്ക് അങ്ങ് ആശ്വാസമാവുകയാണ്. പക്ഷേ മുകളിൽ നിൽക്കുന്ന വിഷ്ണു ആണെങ്കിൽ അങ്ങ് ചിരിക്കുകയാണ്. അവരൊപ്പിച്ചു വെച്ച പണിയുടെ പരിണിത ഫലമാണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്. തുടർന്ന് വാ സംസാരിക്കാമെന്നും പറഞ്ഞ് ഭാമ സുസ്മിതയെ വിളിക്കുകയാണ്. അന്നേരം ഇവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറയുമ്പോൾ വാ പുറത്തേക്ക് വന്നേന്നും പറഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് ഭാമ സുസ്മിതയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അന്നേരം അവിടെ വെച്ച് സംസാരിച്ചാൽ എന്താ കുഴപ്പമെന്നിങ്ങനെ നമ്മൾ എന്തിനാ ഒളിക്കുന്നത് എന്നൊക്കെ സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ഇത് സംസാരിക്കാനായിട്ട് നിനക്കൊരു മാനക്കേടും ഇല്ലേ എന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം ഇതിലൊന്നും എനിക്കൊരു മാനക്കേടുമില്ല. മദ്യപാനം ഒരു രോഗാവസ്ഥ തന്നെയാണ്. ഇതിപ്പോൾ പലപ്പോഴായി തുടങ്ങിയിട്ട് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം നിന്റെ രാമായണം മൊത്തം എനിക്ക് കേൾക്കണ്ട, ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് ഭാമ പറയുന്നുണ്ട്. അന്നേരം ബന്ധമൊഴിയണം. മദ്യപാനി എന്തായാലും ജീവിത പങ്കാളിക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, കുടുംബത്തിനുമല്ല. അയാൾ കുടിച്ചു ചാവുക തന്നെ ചെയ്യും. പിന്നെ ഭാര്യയോടും വേറെ ആരോടും ഒരു ബാധ്യതയും അയാൾക്ക് ഉണ്ടാവില്ല. മുമ്പൊക്കെ ആളുകളെ ഒളിച്ചൊക്കെ ആയിരുന്നു മദ്യപിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പല്ല് പോലും തേക്കാതെയാണ് കുപ്പി പൊട്ടിക്കുന്നത് എന്നിങ്ങനെ അങ്ങ് സുസ്മിത പറയുകയാണ്. അന്നേരം എന്നാലും നീ ഇതൊക്കെ അറിയാമായിരുന്നിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? എന്നോട് ഇതൊക്കെ പറയാനായിട്ട് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ അങ്ങ് ഭാമ ചോദിക്കുകയാണ്. അന്നേരം പറയാതെ പിന്നെ അതിനല്ലേ ഞാൻ ഫോട്ടോ അയച്ചു തന്നത്, ആൻറ്റി ഫോട്ടോ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഫോട്ടോ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ ഫോൺ എടുക്കുകയാണ്. ഇതേ സമയം അവിടെ നിന്നും ശാലിനിയും അവരുടെ ഇവർ സംസാരിക്കുന്ന അടുത്തേക്ക് വരുന്നുണ്ട്. മോളിൽ നിന്ന് വിഷ്ണു താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഭാമയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവിടെയൊക്കെ വേറെ എന്തൊക്കെയോ ശ്രദ്ധിക്കുന്നതായിട്ട് ഇങ്ങനെ ചുറ്റുമൊക്കെ പരതി ഇങ്ങനെ വിഷ്ണു അവരെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. പക്ഷേ എന്നിട്ട് ഭാമ വിഷ്ണുവിനെയും ശാലിനിയും ഒക്കെ കാണുന്നുണ്ട്. തുടർന്ന് ഭാമ ആ ഫോട്ടോ ഇതല്ലേ നീ അയച്ച ഫോട്ടോ എന്നും പറഞ്ഞ് ഫോട്ടോ എടുത്ത് സുസ്മിതയ്ക്ക് നേരെ കാണിക്കുകയാണ്. അന്നേരം അത് തന്നെ ആൻറ്റി കണ്ടല്ലോ, ഇത് വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇതിനെ നിർത്താനായിട്ട് സാധിക്കില്ല, ബന്ധമൊഴിക മാത്രമേ വഴിയുള്ളൂ, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ അങ്ങ് സുസ്മിത പറയുകയാണ്. അന്നേരം നോക്കടി ഈ ഫോട്ടോ എന്നും പറഞ്ഞ് ഭാമ ഫോട്ടോ കാണിക്കുകയാണ്. അന്നേരമാണ് സത്യഭാമയുടെ ഫോണിലെ ഫോട്ടോ സുസ്മിത ശ്രദ്ധിക്കുന്നത്. ഫോട്ടോയാണെങ്കിലോ സുസ്മിത ആ ഉറക്കത്തിൽ അങ്ങനെ തറയിൽ കിടക്കുമ്പോൾ അടുത്ത് മദ്യക്കുപ്പി കൊണ്ടുവച്ചിട്ടുണ്ട് രോഹിത്ത്. എന്നിട്ടാണ് ഫോട്ടോ എടുത്തത്. അതായത് സുസ്മിത ഇങ്ങനെ തറയിൽ കിടക്കുന്നു, അടുത്ത് മദ്യക്കുപ്പി ഇങ്ങനെ ഒഴിഞ്ഞ് മദ്യക്കുപ്പി കിടക്കുകയാണ്. അതായത് സുസ്മിത അയ്യോ ഇതോ ഈ ഫോട്ടോ എങ്ങനെ വന്നു എന്നും പറഞ്ഞ് സുസ്മിത ആ ഫോട്ടോ എങ്ങനെ സൂം ചെയ്യുകയാണ്. അന്നേരം അടക്കി പിടിച്ച് ചിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. പക്ഷെ സത്യഭാമ ആകെ ദേഷ്യത്തിലാണ്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ ഫോണിലേക്ക് ഈ ഫോട്ടോ അയക്കാമെന്നും പറഞ്ഞ് സത്യഭാമ അങ്ങ് കലി തുള്ളുകയാണ്. തുടർന്ന് ഞാനല്ല ഈ ഫോട്ടോ എല്ലാം ഞാൻ അയച്ചത് എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ നിൻ്റെ ഫോണിൽ നിന്ന് നിൻ്റെ നമ്പറിൽ നിന്ന് നീ തന്നെയാണ് അയച്ചേക്കുന്നത്, അങ്ങോട്ട് കണ്ണ് തുറന്ന് നോക്ക് എന്നിങ്ങനെ സുസ്മിതയുടെ ഭാമ അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ അവിടെ ചാരുകസേരയിലേക്ക് ആ കൈപ്പടിയിലേക്ക് ഇരിക്കുന്ന വിഷ്ണു അങ്ങ് ചിരിച്ചിട്ട് ആ നടന്ന സംഭവങ്ങൾ ഓർക്കുകയാണ്. രോഹിത്തിനെ വിളിച്ചതും ഐഡിയ പറഞ്ഞു കൊടുത്തതും പിന്നീടത് രോഹിത്ത് നടപ്പാക്കുന്നതും. സുസ്മിത ഇങ്ങനെ തറയിൽ കിടന്നുറങ്ങുമ്പോൾ രോഹിത്ത് പോയി ഒഴിഞ്ഞ മദ്യക്കുപ്പി കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ടത് സുസ്മിതയുടെ അടുത്തേക്ക് ചരിഞ്ഞിങ്ങനെ കിടക്കുന്ന സുസ്മിതയുടെ അടുത്തേക്ക് ആ വാൾഭാഗത്തിനോട് ചേർത്ത് വയ്ക്കുകയാണ്. അന്നേരം സുസ്മിത ആദ്യം ഫോട്ടോ എടുക്കുമ്പോൾ സുസ്മിതയുടെ അടുത്ത് ഇങ്ങനെ കുപ്പി കിടക്കുന്നതായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉറക്കപ്പിച്ചിൽ സുസ്മിത പെട്ടെന്ന് ആ കുപ്പിയിലേക്ക് അങ്ങ് പിടിക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ വാ ചരിച്ച് ആ കുപ്പിയോട് ചേർക്കുന്നുമുണ്ട്. അന്നേരം രോഹിത്ത് പറയണം ആഹാ കറക്റ്റ് പൊസിഷൻ തന്നെ, ഇത് കൊള്ളാം, അടിപൊളി എന്നും പറഞ്ഞ് രോഹിത്ത് സുസ്മിത അങ്ങനെ കിടന്ന് മദ്യപിക്കുന്നതായിട്ടുള്ള ഫോട്ടോസാണ് അപ്പോൾ വരുന്നത്. അങ്ങനെ അതെടുത്ത ശേഷം ഇനി ഇത് സത്യാമ്മയ്ക്ക് അയക്കാമെന്നും പറഞ്ഞ് ആ ഫോട്ടോ മുഴുവൻ സത്യഭാമയുടെ ഫോണിലേക്ക് രോഹിത്ത് സെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് രോഹിത്ത് പറയുകയാണ് ഇനി സത്യാമ്മ തീരുമാനിക്കട്ടെ ഈ ഫോട്ടോ കണ്ടിട്ട് നിനക്കുള്ള വിധി എന്താണെന്ന് എന്നിങ്ങനെ ആലോചിച്ച് രോഹിത്ത് ഇരിക്കുകയാണ്. ആ ഒരു സീനാണ് വിഷ്ണു ഓർക്കുന്നതായിട്ട് കാണിക്കുന്നത്. തുടർന്ന് ഇതല്ല എന്ന് സുസ്മിത വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാമയങ്ങ് ദേഷ്യപ്പെടുകയാണ്. ആ രോഹിത്തിനെ സമ്മതിക്കണം, പൂവിട്ട് പൂജിക്കണം, നിന്നെ പോലുള്ളൊരു മദ്യപാനിയെ സഹിക്കുന്നതിന് എന്നൊക്കെ പറഞ്ഞ് ഭാമയും കലിയുള്ളുകയാണ്. അന്നേരം രണ്ടുപേരുടെയും ആ സംഭവം വിജയിച്ച മട്ടിൽ അടക്കി പിടിച്ച് വിഷ്ണു അങ്ങ് ശാലിനിയെ നോക്കി ചിരിക്കുകയാണ്. അതേ വിജയത്തിൽ ശാലിനി അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് വീണ്ടും ഭാമ പറയുന്നുണ്ട് മുമ്പൊരിക്കലും നിനക്കൊരു കല്യാണാലോചന വന്നപ്പോൾ നീ തന്നെ നിൻ്റെ ഫോണിൽ നിന്ന് മദ്യപിക്കുന്നതായിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് ആ കല്യാണം മുടക്കിയത്. പക്ഷെ അന്ന് ഞാനത്ര കാര്യമാക്കിയില്ല. ഇപ്പോൾ നീ പറയുന്നു വർഷങ്ങളായിട്ട് ഈ ശീലം തുടങ്ങിയെന്ന്, ഇനി അത് അവസാനിപ്പിക്കാനും പറ്റില്ല എന്ന്. അങ്ങനെ ഭാമയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താ സത്യാമ്മയെ പ്രശ്നമെന്ന് പറഞ്ഞ് ഒന്നും അറിയാത്ത പോലെ വാതിൽക്കൽ ചാരി നിന്ന ശാലിനി അങ്ങോട്ട് ചെല്ലുന്നത്. അന്നേരം സത്യഭാമ അങ്ങ് സുസ്മിതയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് ദാ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്.
ചോദിക്കുകയാണ്. അന്നേരം അയ്യേ ഇതെന്താണെന്നും പറഞ്ഞിങ്ങനെ ശാലിനി നോക്കുമ്പോൾ വിഷ്ണു ഓടി ചെല്ലുകയാണ് സംഭവം ഒന്നുകൂടി കൊഴിപ്പിക്കാനായിട്ട്. അയ്യേ എന്തൊരു വൃത്തികേട്, ഇവളാണോ, എന്തൊരു ശീലമാടി നിനക്കിതൊക്കെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് തലയെ കൈവയ്ക്കുകയും അയ്യേ അയ്യേ എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇതൊക്കെ എങ്ങനെ സത്യാമ്മയുടെ ഫോണിൽ വന്നു എന്ന് ശാലിനി ചോദിക്കുകയാണ്. ഇവള് തന്നെ എനിക്ക് അയച്ചു തന്നതാണ്, ഇന്നലെ ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ആലോചിച്ച് എൻ്റെ ഉറക്കം മുഴുവനും പോയി, ഇപ്പം ഇവൾക്ക് ഇതാണ് പ്രശ്നം എന്നൊക്കെയാണ് പറയുന്നത് എന്നിങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം ഇപ്പം എന്താ വേണ്ടത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവൾക്ക് ബന്ധം ഒഴിയണമെന്നാണ് പറയുന്നത് എന്ന് ഭാമ പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് അയ്യോ പാവം ഇവളെ കൊണ്ട് പറ്റാനിട്ടായിരിക്കും എന്നിങ്ങനെ സുസ്മിതയുടെ തലയിലൊക്കെ തലോടി ശാലിനി പറയുകയാണ്. അന്നേരം പാവമോ ഇവളോ, എന്തു പാവം എന്നിങ്ങനെ സത്യഭാമ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് അല്ല ഇവൾക്കിതിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും ഒറ്റയ്ക്ക്, ഇതൊരു തരം രോഗാവസ്ഥ തന്നെയാണ്, ഇതിന് പ്രതിവിധിയായിട്ട് എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ശാലിനി ആലോചിക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുകയാണ് ഇപ്പോൾ ഇവളൊരു ബാധ്യത ആവണ്ട, രോഹിത്തിനൊരു ബാധ്യതയാവണ്ട എന്ന് കരുതി, രോഹിത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാമെന്ന് കരുതി, രോഹിത്തിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം പിരിയണം എന്നൊക്കെ പറയുന്നത് എന്നിങ്ങനെ ശാലിനി സുസ്മിതയുടെ തലയിലൊക്കെ തലോടി പറയുകയാണ്. അന്നേരം അങ്ങനെ തന്നെയാണോ എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അല്ലേ ആണോ സുസ്മിത എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയാൻ തുടങ്ങുമ്പോൾ അതേ സത്യാമ്മ അത് തന്നെയാണ് കാര്യം, ചിലപ്പോൾ ഇവൾക്ക് ബോധമുള്ളപ്പോൾ സത്യാമ്മയ്ക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നതായിരിക്കും, പിന്നീട് മദ്യത്തെ വിട്ടു പിരിയണമെന്ന് തോന്നുമ്പോൾ ഇതൊന്നും സമ്മതിക്കാത്തതായിരിക്കും, ഇതൊക്കെ ഒരു സമ്പൂർണ്ണ മദ്യപാനിയുടെ ലക്ഷണം തന്നെയാണ്, ചിലപ്പോൾ ഈ ഫോട്ടോ എടുത്തത് രോഹിത് തന്നെയായിരിക്കും എന്ന് വരെ ഇവൾ പറഞ്ഞെന്നിരിക്കും എന്നൊക്കെ അങ്ങ് ശാലിനി അങ്ങ് പറഞ്ഞ് പ്രതിഫലിപ്പിക്കുകയാണ്. വിഷ്ണു ഇതെല്ലാം കേട്ട് ഉള്ളിലങ്ങ് ചിരിച്ചു നിൽക്കുകയാണ്. തുടർന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ എന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം എന്ത് ചെയ്യാൻ, നമുക്കങ്ങ് ചികിത്സിച്ച് മാറ്റാം അല്ലേ ശാലിനി എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം അതേ വഴിയുള്ളൂ എന്ന് ശാലിനി ശരിവയ്ക്കുകയാണ്. തുടർന്ന് സുസ്മിത സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ പറ്റൂ എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം അത് തന്നെ വഴി, സുസ്മിത സഹകരിക്കും എന്നിങ്ങനെ ഭാമയും ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ അവർ ആ സിറ്റൗട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രമണൻ പിള്ള തിരുമേനിയും കൂട്ടി വരുന്നത്. തിരുമേനി എത്തിയെന്നും പറഞ്ഞ് അന്നേരം മിണ്ടാതെ നിന്നോളണം എന്നൊക്കെ സുസ്മിതയ്ക്ക് താക്കീത് കൊടുക്കുകയാണ് ഭാമ. അന്നേരം അതിഥികളൊക്കെ എത്തി തുടങ്ങിയല്ലോ, നമുക്ക് അകത്തേക്ക് പോകാമെന്ന് തിരുമേനി പറയുന്നുണ്ട്. അന്നേരം വീണ്ടും സുസ്മിത പറയുകയാണ് ആൻറ്റി എനിക്ക് പറയാനുള്ളത് കേക്ക് എന്നൊക്കെ സുസ്മിത അങ്ങ് വെപ്രാളം കൂട്ടുകയാണ്. അന്നേരം മര്യാദയ്ക്ക് നിന്നോണം, നിൻ്റെ മിണ്ടാതെ നിൽക്കാനാണ് പറഞ്ഞത് എന്നിങ്ങനെ ഭാമ തിരുമേനി കേൾക്കാതെ സുസ്മിതയോട് പറയുന്നുണ്ട്. അന്നേരം എന്താ പ്രശ്നം എന്നിങ്ങനെ തിരുമേനി ചോദിക്കുകയാണ്. അന്നേരം ഭാമ പെട്ടെന്ന് പറയുകയാണ് സുഖമില്ലാത്ത കുട്ടിയാണെന്ന്. അന്നേരം അത് കേട്ടങ്ങ് ചിരിക്കുകയാണ് വിഷ്ണു ശാലിനി. എന്നിട്ട് ശാലിനി സുസ്മിത ഇറുക്കി പിടിച്ചിട്ടുണ്ട്. ഈ ഭാമ അങ്ങനെ പറയുമ്പോൾ സുസ്മിത അങ്ങ് വല്ലാതാവുകയാണ്. ഭാമ അങ്ങനെ പറഞ്ഞത് കേട്ട് തിരുമേനിയും പറയുന്നുണ്ട് കണ്ടപ്പോഴേ തോന്നിയെന്ന്. എന്നിട്ട് ശാലിനി അങ്ങ് സുസ്മിതയെ പിടിക്കുമ്പോൾ ആ തിരുമേനി എന്നും പറഞ്ഞ് തിരുമേനിയും രമണപിള്ളയും കൂട്ടി ഭാമ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ശാലിനിയുടെ കൈവെട്ടിച്ച് ഭാമാൻറ്റി എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് അകത്തേക്ക് ഓടുകയാണ്. അന്നേരം അടക്കി പിടിച്ച് ചിരിച്ച വിഷ്ണു അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയും നല്ല പണി ഏറ്റ ലക്ഷണമുണ്ടെന്ന്. അന്നേരം ശാലിനിയും പറയുകയാണ് അതെ ഇനി രോഹിത്തിനെ കുറിച്ച് സുസ്മിത എന്ത് പറഞ്ഞാലും സത്യാമ്മ അത് വിശ്വസിക്കാൻ പോണില്ല എന്ന്. തുടർന്ന് വിഷ്ണു തൻ്റെ സംശയം ചോദിക്കുകയാണ് അല്ല സുസ്മിതയാണ് ഈ ഫോട്ടോ എടുത്തതെന്ന് അമ്മ വിശ്വസിക്കണമെങ്കിൽ സെൽഫി ആയിരിക്കും എടുക്കേണ്ടത്, ഇതിപ്പോൾ സെൽഫി അല്ലല്ലോ എടുത്തത് എന്നിങ്ങനെ വിഷ്ണു തൻ്റെ സംശയം ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരം ആ സീൻ അവിടെ വെച്ച് നിർത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടിൻ്റെ ഗേറ്റിനടുത്തേക്ക് വസുമതി വരികയാണ്. പക്ഷേ വസുമതി പണ്ടത്തെ പിന്നെ തെക്കേടത്ത് വസുമതി ആയിട്ടല്ല വരുന്നത്, സാധാ ഒരു സാരിയൊക്കെ എടുത്ത് ആ പഴയ പോലെ പട്ട് സാരിയൊന്നുമല്ല, ആഭരണവും ഇല്ല, മുടിയൊക്കെ അഴിച്ചിട്ട് സാധാരണ ഒരു സ്ത്രീയെ പോലെ വസുമതി ഇങ്ങനെ വരികയാണ്. പക്ഷേ വസുമതി ഗേറ്റിനടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുകയും അകത്തേക്ക് എത്തി നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്രയും ആകുമ്പോൾ ആ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.